അത് ആദ്യം ഒരു ക്രിസ്റ്റലാവും, അതിൻ്റെ പുറത്ത് വേറൊരു ക്രിസ്റ്റൽ വരും, അങ്ങനെ ക്രിസ്റ്റൽ വന്നാണ് ഒരു കട്ടിയുള്ള സ്റ്റോണായി മാറുന്നത്. ഡയബറ്റീസ് ഉള്ളപ്പോൾ അടിക്കടി ഇൻഫെക്ഷൻ വന്നു. അപ്പോൾ ഈ ഇൻഫെക്ഷൻ്റെ കാരണം എന്താണെന്ന് തേടി പോകുമ്പോൾ വൃക്കയിൽ കുറച്ച് കല്ലിരിപ്പുണ്ട്. നമ്മൾ സ്വന്തമായി തീരുമാനിക്കാൻ ഈ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓൾറൈറ്റ് ആണെന്ന് വിചാരിക്കുന്നതിനേക്കാൾ നല്ലത് ഡോക്ടറെ അടുത്ത് പോയാൽ ഇതിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ. പച്ചമരുന്ന് കഴിച്ച് അസുഖം പോയി എന്ന് നമ്മൾ സ്വയം തീർച്ചപ്പെടുത്തരുത്. നമ്മൾ ഡോക്ടറെ കണ്ട് അത് ഉറപ്പ് വരുത്തണം അത് പോയില്ലോ എന്ന്. ഡോക്ടർ, ഒരു യൂറോളജിസ്റ്റിനെ അടുത്ത് കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് മനുഷ്യർ അവരുടെ ഒരു സ്വകാര്യമായ ഇടങ്ങളിലൊക്കെ പേറുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ഇതെവിടെ നിന്ന് തുടങ്ങണമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് കൂടി വരുന്നതോ അല്ലെങ്കിൽ കൂടുതൽ കേൾക്കുന്നതോ ആണ് ഈ പ്രോസ്ട്രേറ്റിൻ്റെ പ്രശ്നങ്ങൾ. നമുക്ക് അവിടെ നിന്ന് ആരംഭിക്കാൻ തോന്നുന്നു. എന്താണ് ഈ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിലെ വീക്കം? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറുടെ അടുത്തേക്ക് എത്തേണ്ടത്? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്ന് പറയുന്നത് ഒരു 40 വയസ്സുള്ള പുരുഷൻ മുതൽ പ്രായം കൂടുന്തോറും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം വരും. അത് സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്നൊരു കാര്യമാണ്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ചികിത്സയുടെയും ആവശ്യമില്ല. പക്ഷേ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരുമ്പോൾ അവർക്ക് മൂത്രത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ചികിത്സ വേണം താനും. ഈ രണ്ടും തമ്മിൽ കൃത്യമായിട്ട് നമ്മൾ വേർതിരിച്ചറിയാൻ പഠിച്ചിരിക്കണം. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്ന് പറയുന്നത് ഒരു ക്യാൻസർ അല്ല, അതൊരു സാധാരണ അസുഖമാണ്, സാധാരണ പ്രതിഭാസമാണ്. നമ്മൾ തലമുടി നരയ്ക്കുന്ന പോലെ, കഷണ്ടി വരുന്നത് പോലെ ഒരു സാധാരണ പ്രതിഭാസമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്ന് പറയുന്നത്. അതിനായിട്ടൊരു ചികിത്സയ്ക്ക് ആവശ്യമില്ല. പക്ഷേ ആ ഗ്രന്ഥി വീക്കം നമുക്ക് എന്തെങ്കിലും മൂത്രം ഒഴിക്കുന്നതിനകത്ത് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും ചികിത്സ എടുക്കുകയും വേണം. ഓക്കെ, അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാമോ? എന്തൊക്കെയായിരിക്കും ആ ലക്ഷണങ്ങൾ? മൂത്രം ഒഴിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ടായിരിക്കും അനുഭവപ്പെടുക? സാധാരണ നമ്മൾ കണ്ടുവരുന്നത് മൂത്രം ഒഴിക്കാൻ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ മൂത്രം ഉടനെ വരാതിരിക്കുക, അല്ലെങ്കിൽ മൂത്രം പോകുമ്പോൾ അതിന് ശക്തി ഇല്ലാതിരിക്കുക, അത് കാലിൻ്റെ അടുത്ത് തന്നെ വീഴുക, വസ്ത്രങ്ങളെല്ലാം നനയുക, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ ഇനി എനിക്ക് കുറച്ചും കൂടെ ഉണ്ട്, മൊത്തം ഒഴിച്ചിട്ടില്ല എന്ന് തോന്നുക, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് അങ്ങ് നിന്ന് പോവുക, പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കണം തോന്നുന്നു, എനിക്ക് പിടിച്ചു നിർത്താനേ പറ്റുന്നില്ല, തോന്നിയാൽ ഉടനെ പോയേ പറ്റൂ, പോയില്ലെങ്കിൽ അറിയാതെ പോവുക, അതിൽ രാത്രി അടിക്കടി മൂത്രം ഒഴിക്കാൻ എഴുന്നേൽക്കുക, ഇതെല്ലാം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ലക്ഷണങ്ങളാകാം. അതുപോലെ ഡോക്ടർ, ഈ പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി വീക്കം വന്നു, അതൊരു ചികിത്സിക്കേണ്ട ഇടത്തെത്തിയാൽ സർജറി മാത്രമാണോ നമുക്ക് മുന്നിലുള്ള ഓപ്ഷൻ? ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ പറ്റി ഒന്ന് പറയാമോ? അല്ല, ഈ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കൊണ്ട് ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ കാലപ്പഴക്കം എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് തുടങ്ങിയത്, ഇത് എന്തെങ്കിലും അണുബാധയുടെ ലക്ഷണങ്ങളാണോ, ഇത് വേറെ എന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമാണോ, ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണം, ക്യാൻസറിൻ്റെ ഒരു ഇതിനകത്തുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് നോക്കണം. അതിനുശേഷം രോഗിയെ നമ്മൾ പലവിധ ടെസ്റ്റുകളുണ്ട്, യൂറിൻ്റെ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, അത് കഴിഞ്ഞ് യൂറിൻ്റെ സ്പീഡ് നോക്കുക, അത് കഴിഞ്ഞ് അൾട്രാസൗണ്ട് ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പറയുന്ന ലക്ഷണങ്ങൾ, നമ്മൾ പറയുന്ന മൂത്രത്തിൻ്റെ ലക്ഷണങ്ങൾ, രോഗിക്കുണ്ടായ മൂത്രത്തിൻ്റെ ലക്ഷണങ്ങൾ എല്ലാം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കൊണ്ടുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ അതിന് ചികിത്സകൾ പലതരത്തിലുണ്ട്. ആ ചികിത്സ ഇപ്പോൾ തുടക്കത്തിൽ ഒരാൾക്ക് ആഴ്ച ഒരു പ്രാവശ്യമേ ഉള്ളൂ, അല്ലെങ്കിൽ മാസത്തിൽ 3-4 പ്രാവശ്യം ഈ പ്രശ്നം വരുന്നു. അങ്ങനെയുള്ളവർക്ക് ഉടനെ ഒരു ചികിത്സയുടെ ആവശ്യം തന്നെ ഇല്ല. ചിലപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് കാരണങ്ങൾ, ഉദാഹരണത്തിന് മൂത്രം പിടിച്ചു വെച്ചപ്പോഴായിരിക്കാം പ്രശ്നം വരുന്നത്, ചിലപ്പോൾ ഒരുപാട് വെള്ളം കുടിച്ചപ്പോഴായിരിക്കാം പ്രശ്നം വന്നത്, ചിലപ്പോൾ മലബന്ധം ഉണ്ടായപ്പോഴായിരിക്കും പ്രശ്നം വന്നത്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്താൽ മാത്രം മതി. അതിന് ബിഹേവിയറൽ മോഡിഫിക്കേഷൻസ് എന്ന് പറയും. ഇത് വളരെ ഏർലി ആയിട്ടുള്ള സ്റ്റേജിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേറെ ഒരു ചികിത്സയുടെയും ആവശ്യമില്ല. പക്ഷേ ഇതെല്ലാം സ്വാഭാവികമായിട്ട് കുറേശ്ശെ കൂടി വരാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പല മാർഗങ്ങളുണ്ട്. ഒന്ന്, മരുന്നുകൾ, പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. മൂത്രം ശരിക്കും പോകാനുള്ള മരുന്നുകളുണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ചുരുങ്ങാനുള്ള മരുന്നുകളുണ്ട്. ചുരുങ്ങാനുള്ള മരുന്നുകളെന്ന് പറയുമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പൂർണ്ണമായിട്ടും, അതിൻ്റെ ഗ്രന്ഥി വീക്കം പൂർണ്ണമായിട്ടും പോകത്തില്ല, ഒരു 20% വരെ കുറയുള്ളൂ. അപ്പോൾ പക്ഷേ എന്നാൽ തന്നെയും അത് ചിലപ്പോൾ നമുക്ക് ചില രോഗികൾക്കത് ഗുണകരമായി വരും. അപ്പോൾ
ഉദാഹരണം വാട്ടർ വേപ്പർ തെറാപ്പി എന്ന് പറയുന്ന ചെറിയ ചെറിയ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ സാധാരണയായി പറയുന്ന പോലെ പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്യുന്ന സർജറികൾ, അത് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുന്നതല്ല, ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം മാത്രം നീക്കുന്ന സർജറികൾ, TURP എന്ന് പറയുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഹോളപ്പ് എന്ന് പറയുന്ന ലേസർ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. ഡോക്ടർ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും ഉള്ളൊരു ആശങ്കയായിരിക്കും, പിന്നെ എന്തെങ്കിലും ജീവിതത്തിന് ജീവിക്കാൻ ബുദ്ധിമുട്ടേറിയ എന്തെങ്കിലും അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വരുമോ, ഇത് സക്സസ് ആയിരിക്കുമോ, പിന്നെ എൻ്റെ രോഗം മാറുമോ, അതിൻ്റെ ഒരു ആഫ്റ്റർ കെയർ എങ്ങനെയാണ്? അല്ല, ഇതിപ്പോൾ പലതരത്തിലുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം മരുന്ന് കഴിക്കുമ്പോൾ തന്നെ ആൾക്കാർ ഈ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ. അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ മുമ്പ്, ഒരു 10-15 വർഷം മുമ്പ് ഒരു പക്ഷേ രോഗികൾ പലപ്പോഴും ഇതിനെപ്പറ്റി ഇങ്ങനെ ചോദിക്കാറില്ലായിരുന്നു. ഇപ്പോൾ ആൾക്കാർക്ക് ജീവിത നിലവാരം വ്യത്യസ്തമായി, സാമൂഹിക പരിതസ്ഥിതികൾ വ്യത്യസ്തമായി. ഇപ്പോൾ ആൾക്കാർക്ക് മരുന്ന് കഴിക്കുമ്പോൾ തന്നെ ഈ മരുന്ന് കൊണ്ട് എനിക്ക് എന്തൊക്കെയാണ് പ്രയാസം എന്നുള്ളത് ഗൂഗിൾ ചെയ്ത് നോക്കും, പെട്ടെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കും. അല്ല, ഇതിനുള്ള അറിവുകൾ ഒരുപാട് ലഭ്യമാണ്. അപ്പോൾ അവർക്കെല്ലാം സ്വാഭാവികമായിട്ടും ചോദ്യങ്ങളുണ്ടാവും. അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ സെക്സിന് എന്തെങ്കിലും പ്രശ്നം വരുമോ? അൺഫോർച്ചുനേറ്റ്ലി ഈ മരുന്നുകളെല്ലാം ഈ സെക്സിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകളാണ്, ഒരു നല്ല അളവ് വരെ. ഉദാഹരണത്തിന് ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കൊണ്ടുണ്ടാകുന്ന ചുരുക്കം, മൂത്രനാളിക്കുള്ള ചുരുക്കം വികസിപ്പിക്കാനുള്ള മരുന്നുകളുണ്ട്. അത്തരം മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ബീജം മുഴുവനായി പുറത്ത് വരത്തില്ല, ചിലപ്പോൾ ബീജം പുറത്ത് തന്നെ വന്നില്ലായിരിക്കും. അപ്പം സ്ഖലനത്തിന് പ്രശ്നങ്ങൾ സംഭവിക്കുന്ന ഒരുപാട് പേർക്ക് സംഭവിക്കാറുണ്ട്. അല്ലാത്ത ചില മരുന്നുകളും ഉണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ചുരുക്കുന്ന മരുന്നുകളുണ്ട്. ഈ മരുന്നുകൾ പലതും ഹോർമോണിനെ, നമ്മുടെ പുരുഷ ഹോർമോണിനെ തടയുന്ന മരുന്നുകളാണ്. അപ്പോൾ ഉണ്ടാകുന്ന സെക്സിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ആ രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്നതാണ്. ഇത് കൂടാതെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ പല രോഗികളും ഇത് കൂടാതെ തന്നെ പ്രഷറിൻ്റെ മരുന്നുകൾ, ഡയബറ്റീസിൻ്റെ മരുന്നുകൾ, ഇതൊക്കെ കഴിക്കുന്നവരാണ്. അപ്പോൾ ആ മരുന്നുകളുടെ കൂട്ടത്തിൽ ഇത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ മരുന്നുകൾ കഴിക്കുമ്പോൾ പോലും നമുക്ക് പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞ ആശങ്കകൾ ഉണ്ടാകാറുണ്ട്. ഇനി സർജറി, ഈ സർജറി കഴിഞ്ഞാൽ ഇത് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപൂർവമായിട്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്. എന്നാൽ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം, നമ്മളിപ്പോൾ ഒരു രോഗിക്ക് സർജറി വേണ്ടുന്നൊരു സമയത്ത് നമ്മൾ സർജറി ചെയ്യുന്നില്ല, നമ്മൾ കുറച്ചും കൂടെ നീട്ടി വയ്ക്കാമെന്ന് പറഞ്ഞ് നീട്ടി വെച്ച് പോകുമ്പോൾ ഈ മൂത്രസഞ്ചിക്കൊക്കെ വരുന്ന ചില ചേഞ്ചസ് ഉണ്ട്, ഇതൊന്നും മാറത്തില്ല. അത് ഉദാഹരണം, പെട്ടെന്ന് മൂത്രം ഒഴിക്കാൻ തോന്നണം. അപ്പോൾ സർജറി കഴിഞ്ഞാലും ചിലപ്പോൾ പെട്ടെന്ന് മൂത്രം ഒഴിക്കാൻ തോന്നും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളാണ് ആൾക്കാർക്ക് ഒരു ഭയം ഉണ്ടാക്കുന്നത്. ഞാൻ സർജറി ചെയ്തു എന്നിട്ട് എനിക്ക് പ്രയോജനമില്ല. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിനുള്ള ഓപ്പറേഷൻ ആ ഗ്രന്ഥി വീക്കം കുറയ്ക്കും. പ്രോസ്റ്റേറ്റിനെ മൊത്തമായിട്ട് എടുത്ത് നീക്കുകയല്ല, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിനെ നല്ലതുപോലെ കുറയ്ക്കാൻ പറ്റും. കാരണം പ്രോസ്റ്റേറ്റ് നമ്മൾ പൂർണ്ണമായിട്ട് നീക്കുന്നില്ല ഇത്തരം സർജറിയിൽ. അങ്ങനെയുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൂടെയാണ് മൂത്രം വരുന്നത്, ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് അകത്തൂടെയാണ് മൂത്രം പുറത്ത് വരുന്നത്. അതിൻ്റെ വീങ്ങി നിൽക്കുന്ന ഭാഗമാണ് മാറുന്നത്. അത് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് അവിടെ കാണും, പക്ഷേ അതിൻ്റെ സൈസ് വളരെയായിട്ട് കുറഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ ഈ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമാണ്, ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണോ അല്ലെങ്കിൽ പ്രായം കൊണ്ടുണ്ടാകുന്ന ഒരു ഡിസീസാണോ? ലൈഫ് സ്റ്റൈലുമായി ഇതിന് ബന്ധമുണ്ടോ? അല്ല, ഇതിനകത്ത് പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു കാര്യമാണ്. അപ്പം ഇതൊരു പ്രായം കൊണ്ടുണ്ടാകുന്ന ഒരു ചേഞ്ച് തന്നെയാണ്, അങ്ങനെ സംശയമൊന്നുമില്ല. എന്നാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇതിനെ കാര്യമായിട്ട് ബാധിക്കും. ഈ മൂത്രത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കൊണ്ടുണ്ടാകുന്ന മൂത്രത്തിൻ്റെ പ്രശ്നങ്ങൾ ഈ ലൈഫ് സ്റ്റൈൽ ഒരുപാട് ബാധിക്കും. ഉദാഹരണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ പ്രശ്നം വരാം. നിങ്ങൾ വെള്ളം കൂടുതൽ കുടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ അസുഖം കുറച്ചുകൂടെ കൂടുതൽ വരും. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് മൂത്രം ഒഴിക്കാനുള്ള പ്രയാസങ്ങളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ വെള്ളം കൂടുതൽ കുടിച്ചാൽ എന്ത് പറ്റും? അവരുടെ പ്രയാസങ്ങൾ കൂടും. ഇനി നമ്മൾ ഒരുപാട് നേരം ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഈ അസ്വസ്ഥത കൂടാറുണ്ട്. ഇനി മൂത്രം ഒരുപാട് പിടിച്ചു വയ്ക്കേണ്ട അവസ്ഥ, ഉദാഹരണത്തിന് ഒരുപാട് യാത്ര, ലോങ് ട്രാവലുള്ള ആൾക്കാർക്ക് മൂത്രം പലപ്പോഴും പിടിച്ചു വയ്ക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ കൂടും. അപ്പോൾ ലൈഫ് സ്റ്റൈലുമായിട്ട് ഒരു തരത്തിൽ ബന്ധമുണ്ട്. പ്രായം അനുസരിച്ച് തന്നെയാണ് ഇത് വരുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ നമുക്ക് ആശങ്കയുള്ളൊരു കാര്യമാണ് ഈ മൂത്രത്തിലെ കല്ല്, യൂറിനറി സ്റ്റോൺ വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു കോമൺ മാൻ അറിയുന്ന ഒരു അറിവെന്ന് പറഞ്ഞാൽ കാൽസ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അത് കല്ലായി മാറുന്നു എന്നുള്ളതാണ്. അതേക്കുറിച്ച് കൂടുതലൊന്ന് പറയാമോ? സ്റ്റോണിനെ പറ്റി നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രാഥമികമായ കാര്യം, സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കാൽഷ്യം മാത്രമല്ല,
അതിനകത്ത് ഓക്സലേറ്റ് വരാം, ഫോസ്ഫേറ്റ് വരാം, അതിനകത്ത് യൂറിക് ആസിഡ് വരാം, പല ഘടകങ്ങൾ വരാം. നമ്മുടെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾ, അത് ഓരോ കോശങ്ങളുടെയും പ്രവർത്തനങ്ങൾക്കുണ്ടാകുന്ന ഒരുപാട് വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ട്, മാലിന്യങ്ങളുണ്ട്. ഈ മാലിന്യങ്ങളെല്ലാം നീക്കുന്നത് പ്രധാനമായിട്ടും മൂത്രത്തിൽ കൂടെയാണ്. നമ്മൾ മലത്തിൽ കൂടെ പോകുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ മാത്രമാണ്. ഈ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റ് കളയുന്നത് പ്രധാനമായിട്ടും മൂത്രത്തിൽ കൂടെയാണ്. ഈ പോകുന്ന മാലിന്യങ്ങൾ എല്ലാം ദ്രാവക രൂപത്തിലാണ് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാം എന്തുമാത്രം ശരീരം അതിനുവേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. കാരണം ഇത്രയും മാലിന്യങ്ങളെ ദ്രാവക രൂപത്തിലാക്കി വയ്ക്കണമെങ്കിൽ ആ ലായനിക്ക് എന്തുമാത്രം കഴിവുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് നമ്മൾ കുറച്ച് ഉപ്പെടുത്ത് വെള്ളത്തിൽ ഇടുന്നു. ഉപ്പൊരു മാലിന്യമാണെന്ന് നോക്കി അത് വെള്ളത്തിൽ ഇടുന്നു, അലിഞ്ഞു പോകും. കുറേ കൂടുതൽ ഉപ്പിട്ടാൽ എന്ത് പറ്റും? ആ ഉപ്പ് അതിനകത്ത് കിടക്കും. ഇതുപോലെയാണ് ഈ മാലിന്യങ്ങൾ ഇതിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് കിഡ്നിക്കകത്ത്. അതാണ് സ്റ്റോണായി മാറുന്നത്. അപ്പോൾ ഇത്തരം മാലിന്യങ്ങളാണ് പ്രധാനമായിട്ടും സ്റ്റോണായി മാറുന്നത്. എന്നാൽ ഈ ചിലർക്ക് എന്താ ഉണ്ടാകാത്തത്? അവരുടെ യൂറിൻ അത്രയേറെ കപ്പാസിറ്റി ഉണ്ട് ഇത് ലയിപ്പിച്ച് കളയാനായിട്ട്. അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന മാലിന്യങ്ങളുടെ അളവ് കുറവായിരിക്കാം. അപ്പോൾ ഇതിങ്ങനെ പല കാരണങ്ങളുണ്ട്. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സ്, പലതരത്തിലുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് അത് ലയിക്കാതെ കിടക്കുന്നതാണ്, മൂത്രത്തിൽ ലയിക്കാതെ കിടക്കുന്നതാണ് ഈ കല്ലായിട്ട് വരുന്നത്. അത് ആദ്യം ഒരു ക്രിസ്റ്റലാവും, അതിൻ്റെ പുറത്ത് വേറൊരു ക്രിസ്റ്റൽ വരും. അങ്ങനെ ക്രിസ്റ്റൽ വന്നാണ് ഒരു കട്ടിയുള്ള സ്റ്റോണായി മാറുന്നത്. അത് ചിലപ്പോൾ വളരെ കട്ടിയുള്ള ഒരു കല്ല് തന്നെ ആയിരിക്കാം. ഡോക്ടർ, അറിയാൻ ആഗ്രഹമുണ്ട്, അങ്ങയുടെ അടുത്തേക്ക് വരുന്ന രോഗികൾ ഏത് സ്റ്റേജിലാണ് എത്താറുള്ളത്? ഇപ്പോൾ സ്റ്റോൺ ആണ് ബുദ്ധിമുട്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രീം കണ്ടീഷനിലാണോ എത്താറുള്ളത്? തുടക്കത്തിൽ തന്നെ വരുന്നവരുണ്ടോ? അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ അതൊന്ന് പറയാമോ? സാധാരണ എല്ലാ തരത്തിലുള്ള സ്റ്റേജിലുള്ള ആൾക്കാരും വരാറുണ്ട്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് വൃക്കയിലിരിക്കുന്നൊരു സ്റ്റോൺ, ഒരു 4 mm സ്റ്റോൺ, 5 mm സ്റ്റോൺ, ഇത് 99% സമയങ്ങളിലും യാതൊരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല. പക്ഷേ നമ്മളൊരു വെറുതെ ഒരു വയറുവേദനയ്ക്ക് എന്തെങ്കിലും ഒരു സ്കാൻ എടുക്കുമ്പോഴായിരിക്കും അവർ പറയുന്നൊരു 5 mm സ്റ്റോൺ ഉണ്ടെന്ന്. പെട്ടെന്ന് നമ്മൾ ഇതാണ് കാരണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് വരാറുണ്ട്. ഇതാണ് ഒരു തരം ആൾക്കാർ, ഒരു തരം രോഗികൾ. രണ്ടാമത്, ഈ സ്റ്റോൺ ഉണ്ടായിട്ട് ഈ 5 mm 6 mm എന്നുള്ളത് അല്ലെങ്കിൽ 7 mm 8 mm ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് ചിലപ്പോൾ പുറത്തോട്ട് പോകാൻ, മൂത്രത്തിൽ കൂടെ എപ്പോഴും കിഡ്നിയിൽ നിന്ന് പുറത്തോട്ട് മൂത്രം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു അരുവിയിലൂടെ വെള്ളം ഒഴുകുന്ന പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഉണ്ടാകുന്ന കല്ല് ചിലപ്പം പെട്ടെന്ന് താഴോട്ടങ്ങ് പോകും. ഇത് വൃക്കയിൽ നിന്ന് താഴോട്ട് വരുന്ന ട്യൂബിൽ, യൂറിറ്ററിൽ എവിടെയെങ്കിലും പോയൊന്ന് കുടുങ്ങിക്കിടക്കും. കുടുങ്ങിക്കഴിഞ്ഞാൽ വേദന തുടങ്ങും. ഈ വേദന വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് വരുന്ന രോഗികളുണ്ട്. ഇതാണ് രണ്ടാമത്തെ തരം രോഗികൾ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വളരെ അസഹ്യമായ വേദനയായിരിക്കും. ഉടനടി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ഇഞ്ചക്ഷൻ എടുത്ത് വേദന കുറച്ചതിന് ശേഷം കല്ല് സ്വാഭാവികമായിട്ടും പോകാൻ സാധ്യതയുള്ളതാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം കാത്തിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അതിനെ എൻഡോസ്കോപ്പിക് സർജറി വഴി എടുത്തു കളയാം. പിന്നീടുള്ളത്, വൃക്കയിലൊരു കല്ലുണ്ട്, അത് അവിടുന്ന് അനങ്ങുന്നില്ല. ഈ 7 mm 8 mm ഉള്ള കല്ല് അവിടെ നിന്ന് അനങ്ങുന്നില്ല, ഒരു പുറത്തോട്ട് പോകുന്നില്ല. ഇതവിടെ ഇരുന്ന് 1 സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്ററായിട്ട് വലുതായിക്കൊണ്ടിരിക്കുകയും കാലക്രമേണ അത് വൃക്കയുടെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതാണ് മൂന്നാമത് വരുന്ന തരം രോഗികൾ. പിന്നെ വരുന്ന ഒരു തരം ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ട്. ഡയബറ്റീസ് ഉള്ളപ്പോൾ അടിക്കടി ഇൻഫെക്ഷൻ വന്നു. അപ്പോൾ ഈ ഇൻഫെക്ഷൻ്റെ കാരണം എന്താണെന്ന് തേടിപ്പോകുമ്പോൾ വൃക്കയിൽ കുറച്ച് കല്ലിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന രോഗികളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രധാനമായിട്ടൊരു 4 തരത്തിലാണ് രോഗികൾ നമ്മുടെ അടുത്ത് വരാറുള്ളത്. ആസ് എൻ ഐഡിയൽ കണ്ടീഷൻ ഡോക്ടർ എന്താ പറയുന്നത്? ഏത് ലക്ഷണങ്ങൾ കാണുമ്പോൾ നിങ്ങളൊന്ന് ഡോക്ടറെ കണ്ടു നോക്കൂ എന്നാണ് പറയുന്നത്? സാധാരണയായിട്ട് നമ്മൾ എല്ലാ രോഗികളുടെയും പറയുന്നത്, നിങ്ങൾക്ക് സ്വാഭാവികമല്ലാതെ എന്ത് കാര്യം തോന്നിയാലും ഡോക്ടറെ കാണുക. ഡോക്ടറെ കണ്ടിട്ട് ഇതെന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കുക. നമ്മൾ ഓടിപ്പോയി ഉടനെ ലാബ് പരിശോധന ചെയ്ത് നമ്മൾ സ്വന്തമായി തീരുമാനിക്കാൻ ഈ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓൾറൈറ്റ് ആണെന്ന് വിചാരിക്കുന്നതിനേക്കാൾ നല്ലത് ഡോക്ടറെ അടുത്ത് പോയാൽ ഇതിനെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ, ഞാൻ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ,
അപ്പോൾ ചിലപ്പോൾ ഡോക്ടർ പറയും ഇത് ഒരു കുഴപ്പമുള്ളതല്ല, എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നം തോന്നുന്നില്ല, നിങ്ങൾ ഇതുപോലെ ഇനി വീണ്ടും വരികയാണെങ്കിൽ നമുക്ക് പിന്നെ കൂടുതൽ ടെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ പ്രശ്നമായിരിക്കും നമുക്ക് തോന്നുന്നത്, അത് ചിലപ്പോൾ വലിയ അസുഖത്തിൻ്റെ ഭാഗമായിരിക്കും. ഉദാഹരണം, ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു കയ്യിലൊരു ചെറിയ വേദന ആയിരിക്കും തോന്നുന്നത്, ഉടനെ ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഉടനെ ECG എടുക്കാൻ പറയുന്നു, ഉടനെ ഹാർട്ടിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ സാധാരണ എല്ലാ രോഗിയും, അത് യൂറോളജി രോഗി ആയിക്കോട്ടെ ഏത് രോഗി ആയിക്കോട്ടെ, നിങ്ങൾക്ക് സ്വാഭാവികമല്ലാതെ എന്ത് തോന്നുന്നു, എന്ത് അസ്വസ്ഥത തോന്നുന്നു, അത് 1-2 ദിവസം നിൽക്കുകയാണെങ്കിൽ അതങ്ങ് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് സംസാരിക്കുക. ഡോക്ടർ, അതുപോലെ തന്നെ ഈ സ്റ്റോണിൻ്റെ കാര്യം വരുമ്പോഴും ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഈ പച്ചമരുന്നുകൾ, നാട്ടുവൈദ്യം, ഇതൊക്കെ വലിയ പ്രാധാന്യം ഇപ്പോഴും അത് ചെയ്യുന്ന മനുഷ്യരുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? ധാരാളം ആൾക്കാർ കാണാറുണ്ട് അതെ ഇങ്ങനെ ചെയ്യുന്നത്. അത് ഉപയോഗമുള്ളതാണോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടുമില്ല. പക്ഷേ അവരുടെ അടുത്തെല്ലാം നമുക്ക് പറയാനുള്ള ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പച്ചമരുന്ന് കഴിച്ച് അസുഖം പോയി എന്ന് നമ്മൾ സ്വയം തീർച്ചപ്പെടുത്തരുത്. നമ്മൾ ഡോക്ടറെ കണ്ട് അത് ഉറപ്പ് വരുത്തണം അത് പോയില്ലോ എന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റോൺ വരുന്നു, കിഡ്നിക്കകത്ത് ഒരു ചെറിയ സ്റ്റോൺ ഉണ്ടാകുന്നു, അത് ഒലിച്ച് മൂത്രത്തിൽ കൂടെ ഇറങ്ങി ട്യൂബിൽ വന്നു ബ്ലോക്കായപ്പോൾ വേദന വന്നു. നമ്മൾ ഉദാഹരണം ഈ രോഗി പച്ചമരുന്ന് കഴിച്ചു എന്ന് വയ്ക്കുക, കുറച്ച് ദിവസം കഴിയുമ്പോൾ വേദന കുറയും. അപ്പോൾ നമ്മൾ പോയി എന്ന് വിചാരിക്കും, പക്ഷേ ഈ സ്റ്റോൺ പോയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ സ്റ്റോൺ വന്ന് ആ ട്യൂബ് ബ്ലോക്കായിട്ട് കുറച്ച് ദിവസം വേദന എടുത്തു കഴിയുമ്പോൾ ആ കിഡ്നിയുടെ പ്രവർത്തനം കുറേശ്ശെ കുറയും. ആ കിഡ്നിയിൽ നിന്നുണ്ടാകുന്ന യൂറിൻ വരവ് കുറയും. ആ യൂറിൻ വരവ് കുറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വേദന കുറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് പോയിന്ന്, പക്ഷേ അത് അവിടെ ഇരുന്ന് കിഡ്നിയെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ആ കിഡ്നിയുടെ പ്രവർത്തനം അത് തടഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ ആ കിഡ്നി വീർത്തിരിക്കും. നമ്മൾ ഒരുപക്ഷെ ഈ വേദന വന്ന കാര്യം പോലും പിന്നെ മറന്നു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊരു 6 മാസം കഴിഞ്ഞിട്ട് ഈ കല്ല് ചിലപ്പോൾ തെറിച്ച് പോകും, പക്ഷേ അപ്പോഴത്തേക്കും കിഡ്നിക്കകത്തുണ്ടാകുന്ന ഡാമേജ് ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള രോഗികൾ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ രോഗികളിപ്പോൾ എന്ത് മരുന്ന് കഴിച്ചാലും ശരി, അതിനൊന്നും നമുക്ക് വിരോധമൊന്നും പറയാനില്ല, കാരണം അത് അവരുടെ ശാസ്ത്രമാണ്, അവർ ചെയ്തതാണ് ചെയ്യട്ടെ. പക്ഷേ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്താലും ഒരു യൂറോളജിസ്റ്റിനെ കണ്ട് ഉറപ്പ് വരുത്തണം. നിങ്ങൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഡോക്ടറെ കണ്ട് ഉറപ്പ് വരുത്തണം നിങ്ങൾ ഓക്കെ ആണെന്നുള്ളത്. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ ഡോക്ടർ കൈകാര്യം ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു പക്ഷേ ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഏരിയയാണ് ഈ ഇൻഫെർട്ടിലിറ്റി എന്നുള്ളത്. വന്ധ്യത എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്ത്രീകളിലെ വന്ധ്യതയെക്കുറിച്ചും, ഇൻഫെർട്ടിലിറ്റി സ്ത്രീകൾ എന്നതാണ് നമ്മുടെ മെയിൻ ഫോക്കസ്. പുരുഷന്മാരിലെ വന്ധ്യത എത്രത്തോളം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്, എങ്ങനെയാണ് അത് കണ്ടിരിക്കുന്നത്? സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നത്, ശാസ്ത്രത്തിലുള്ള പല പഠനങ്ങളും കാണിക്കുന്നത്, വന്ധ്യതയിൽ 50% സ്ത്രീകളുടെ കോസസും 50% പുരുഷന്മാരുടെ കോസസ് എന്ന് പറഞ്ഞാണ്. പക്ഷേ ഈ പുരുഷന്മാരുടെ ഈ 50%-നെ നമ്മൾ ഒരു 10% വില പോലും കൊടുക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം വന്ധ്യത വന്നു കഴിഞ്ഞാൽ അപ്പോഴത്തന്നെ ഒരു ഇൻഫെർട്ടിലിറ്റി സെൻറ്ററിൽ പോവുക, അവിടെ പ്രധാനമായിട്ടും നടക്കുന്നത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ആ ഫോക്കസ് എപ്പോഴും അങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. പല കാരണങ്ങളുണ്ട് അതിനകത്ത്. ഒന്ന്, പുരുഷന്മാർ പലപ്പോഴും പോകാറില്ല, ടെസ്റ്റ് ചെയ്യാറില്ല. ഇനി ടെസ്റ്റ് ചെയ്താൽ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ചിലപ്പോൾ എടുക്കാറില്ല. അവരുടെ അവയർനെസ് കുറവാണ്. ഇതെല്ലാം അതിനകത്ത് ഫാക്ടറാണ്. അതൊരു വലിയൊരു പ്രശ്നമാണത്, അത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് 50% പുരുഷന്മാരുടെ പ്രശ്നം ഉണ്ട് അതിനകത്ത്. ഉദാഹരണം, വെരിക്കോസീല്, അല്ലാതുള്ള ഇൻഫെക്ഷൻസ്, ഇതെല്ലാം അതിനകത്ത് കാരണമാണ്. ഡോക്ടർ, പുരുഷന്മാരുടെ വന്ധ്യതയ്ക്ക് ഇപ്പോൾ ഫലപ്രദമായ ചികിത്സകൾ അവൈലബിൾ ആണോ? അതിനെക്കുറിച്ചൊരു ആശങ്ക എന്തായാലും ഉണ്ടാവും. പുരുഷന്മാരുടെ വന്ധ്യത എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അതിന് ചികിത്സ എടുക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതിനെ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ റിസൾട്ട്സ് വളരെ ബെറ്ററാവും. അപ്പോൾ അതാണ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യുന്നത്. ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ അടുത്തായിട്ട് ഉണ്ടാക്കേണ്ട ഒരു കുതിച്ചു കയറ്റം എന്ന് പറയുന്നത് പുരുഷന്മാരുടെ വന്ധ്യത പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്ത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ പലരും അവരുടെ സ്വകാര്യമായ ഇടങ്ങളിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ. ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല, അഭിമാന പ്രശ്നം ഉണ്ടാവും, വളരെ സ്വകാര്യമായ ആശങ്കകൾ അവർ പേറുന്നുണ്ടാവും. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് അങ്ങയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷനുമായി അങ്ങയുടെ അടുത്ത് വരുന്നവരുണ്ടോ? അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാവാം? എന്താണ് അനുഭവത്തിൽ നിന്ന് കണ്ടിരിക്കുന്നത്? ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷനായിട്ട് വരുന്നവർ എന്തായാലും യൂറോളജിനെ തന്നെയാണ് ആദ്യം കാണേണ്ടത്. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്.
പ്രത്യേകിച്ച് നമ്മുടെ നേരത്തെ പറഞ്ഞ ഈ ലൈഫ് സ്റ്റൈൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനാണ്. പിന്നുള്ളത് നമ്മളുടെ ഇപ്പോൾ കണ്ടുവരുന്ന പോലെ വളരെ നേരത്തെ ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, രക്ത ഓട്ടം കുറയുന്നതുകൊണ്ട് വരുന്നതാണ്. എവിടെ ഹാർട്ടിലേക്ക്, ഹൃദയത്തിലേക്കുള്ള രക്ത ഓട്ടം കുറയുന്നതുകൊണ്ട് വരുന്നൊരു പ്രശ്നമാണ് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഈ ലിംഗത്തിനകത്തോട്ടും ഉള്ള രക്ത ഓട്ടം കുറയുമ്പോഴാണ് ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരാനുള്ളൊരു കാരണം. അപ്പോൾ ഒന്ന് പ്രധാനമായിട്ടും എന്നുള്ളത് ലൈഫ് സ്റ്റൈൽ ഡിസീസ്, പിന്നെ ഉള്ളത് ഈ രക്ത ഓട്ടം കുറയുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളുമാണ്. ഇത് കൂടാതെ ഒരു സിഗ്നിഫിക്കൻറ്റ് കാറ്റഗറി ഉണ്ട്, അത് ഡയബറ്റീസ് ഉള്ള പേഷ്യൻസാണ്. അവർക്ക് രക്തയോട്ടം കുറയുന്നത് കൂടാതെ ഞരമ്പുകളുടെ സ്പർശനം അറിയുന്നതിനുള്ള ശേഷിയും കുറയും. അങ്ങനെയുള്ളവർക്കും പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡയബറ്റീസ് കൂടുന്നതുകൊണ്ട് ഇത്തരം ആൾക്കാരുടെ ഇത്തരം പ്രശ്നങ്ങളുടെ അളവ് വളരെ കൂടുതലാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ, ഇത്തരം സ്വകാര്യമായ പ്രശ്നങ്ങൾ വരുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ചില മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അത് ശരിക്കും ആശാസ്യമാണോ, അതോ ഒരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെയാണോ എന്നുള്ളത്? ഒന്നാമതായിട്ട് തന്നെ ഗവൺമെൻറ് തന്നെ ഇത്തരം മരുന്നുകളുടെ വിൽപ്പന നിയന്ത്രിച്ചിട്ടുണ്ട്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ കൊടുക്കാവൂ എന്ന് നിയന്ത്രിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ പലരും അത് സ്വന്തമായിട്ട് വാങ്ങിച്ച് കഴിക്കുന്നത് കാണാറുണ്ട്. അതിനകത്ത് അത് കൃത്യമായി എങ്ങനെ കഴിക്കണമെന്നും അത് എന്ത് അളവിൽ കഴിക്കണമെന്നും അത് കഴിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും നമുക്കിതിൻ്റെ ആവശ്യമുണ്ടോ എന്നും ഒക്കെ മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് പരിശോധനകളിലൂടെ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഇനി അതിനകത്ത് വരുന്ന രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരുന്ന് എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് പിന്നെ ഡോക്ടറെ അടുത്ത് വരുമ്പോൾ ഈ രോഗി വിചാരിക്കുന്നത് ഞാൻ ഈ മരുന്നൊക്കെ കഴിച്ച് ഇതിൻ്റെയൊക്കെ മുകളിലാണ്, ഇതൊന്നും കൊണ്ടൊന്നും എനിക്ക് പ്രയോജനം വരത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവരുടെ ആ വിശ്വാസവും ചികിത്സയിലുള്ള വിശ്വാസവും നഷ്ടപ്പെടുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഡോക്ടർ, ആസ് എ വുമൺ ഞാൻ കേട്ടിട്ടുള്ളതും എൻ്റെ പരിചയത്തിൽ തന്നെ പലരും അഭിമുഖീകരിക്കുന്നതും ഒരു പ്രശ്നമാണ്. ഒന്ന് ഉറക്കെ തുമ്മുമ്പോൾ, അതായത് പ്രത്യേകിച്ച് ഡെലിവറിക്ക് ശേഷം ഒന്ന് ഉറക്കെ തുമ്മുമ്പോൾ, ഉറക്കെ ചിരിക്കുമ്പോഴൊക്കെ യൂറിൻ പോകുന്ന ഒരു പ്രശ്നം. അത് കോമൺ ആണോ, അത് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടോ, എന്തത്? അത് വളരെ കോമൺ ആണ്. പക്ഷേ അതും നേരത്തെ പറഞ്ഞ പോലെ ആരും പുറത്ത് പറയാൻ നടക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ ചെറുതായിട്ടൊക്കെ പ്രശ്നം വന്നാൽ ഞാൻ പല രോഗികളും പറയുന്നത് കേട്ടിട്ടുണ്ട്. വളരെ 6 വർഷം 10 വർഷം 15 വർഷമൊക്കെ ഈ പ്രശ്നം ഉള്ളപ്പോഴാണ് പിന്നെ ഒന്ന് ഡോക്ടറെ കാണാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഇത് വരാത്തത്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചു, അവരെല്ലാം പറഞ്ഞത് ഇത് സാധാരണമാണ്, ഇങ്ങനെ കാണാറുണ്ട്, എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഒരു പാഡ് വെച്ചോളൂ. അപ്പോൾ ഒരു പാഡ് വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്ന അത് ഒരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളൊരു തോന്നലുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ത്രീകൾ പലരും വളരെ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയ മേഖലകളിലെല്ലാം ആക്റ്റീവ് ആവുന്നുണ്ട്. ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലാതെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്, ബാക്കി പ്രൈവറ്റ് ജോബിലുള്ളവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഇതൊരു സ്ഥിരം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ കുറേശ്ശെ ആൾക്കാർ ഇതിനെപ്പറ്റി ബോധവാന്മാരായി വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെയ്യാനുള്ളത്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ശരിക്കും പറയാൻ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്തുകൊണ്ടാണിത് വരുന്നതെന്നുള്ളത്. ഇത് സാധാരണയായി വരുന്നത് ഈ പ്രസവത്തിന് ശേഷം അവിടുത്തെ പേശികളുടെ ബലം കുറഞ്ഞിട്ട്, മൂത്രനാളിയുടെ സപ്പോർട്ട് ചെയ്യുന്ന പേശികളുടെ ബലം കുറഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത്. എന്നാൽ അതല്ലാതെ ഒരുപാട് പേർക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചികിത്സ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രയോജനം വരും. ഇനി 2, നമ്മൾ വളരെ നേരത്തെ കാണുകയാണെങ്കിൽ ചിലർക്ക് എക്സസൈസ് കൊണ്ട് തന്നെ ഇത് ബെറ്റർ ആവും. അപ്പോൾ അതാ ഞാൻ അടുത്ത് ചോദിക്കാൻ വന്നത്. ഇതിന് ഈ പരസ്യമായിട്ട് തന്നെ കാണാറുണ്ട്, ജിമ്മിലേക്ക് വരൂ, പെൽവിക് മസിൽസിന് ശക്തി കൂട്ടിയാൽ ഇത് ഓക്കെ ആവുമെന്നൊക്കെ. അത് സത്യമാണോ? എക്സസൈസിന് എത്ര പ്രാധാന്യമുണ്ട്? പെൽവിക് മസിൽസ് ശരിക്കും ഈ പെൽവിക് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ് അല്ലെങ്കിൽ കീഗൽസ് എക്സസൈസ് ഒക്കെ ഇതിന് ബെനിഫിറ്റാണ്. പക്ഷേ അതേസമയം ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും അവിടെ പോയി വെയിറ്റ് ട്രെയിനിങ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ വയറിനകത്ത് പ്രഷർ കൂടുതൽ കൊടുക്കുകയും ഈ അസുഖം കൂടുതൽ മോശമാവുകയും ചെയ്യുന്ന അവസ്ഥകൾ കാണാറുണ്ട്. അപ്പോൾ നമ്മളൊരു ട്രെയിനറുമായി സംസാരിച്ച് കറക്റ്റായ രീതിയിൽ അത് ചെയ്യണം അല്ലേ? നമ്മളിപ്പോൾ ഒരുപാട് അസുഖങ്ങളെ പറ്റി സംസാരിച്ചു, കോമണായി നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സംസാരിച്ചു. ഇനി നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ പറ്റി സംസാരിക്കാം. കാരണം നമുക്കറിയുന്നത് ഒന്നുകിൽ മെഡിസിൻ അല്ലെങ്കിൽ സർജറി. ഇതിനിടയിൽ ഇപ്പോൾ പുതിയ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് ആധുനിക ചികിത്സാ മാർഗങ്ങൾ? അതിൻ്റെ ഒരു
അതിൻ്റെ ഒരു മുന്നേറ്റം എത്ര ഉണ്ടായിട്ടുണ്ട്? ചികിത്സ എന്ന് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളിപ്പോൾ ആദ്യമേ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമായിട്ട് വരുന്ന ഒരാൾക്ക് ആദ്യമായിട്ട് നമ്മൾ മരുന്നായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ മരുന്ന് കുറേ പ്രശ്നങ്ങളുണ്ടാക്കാം, ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കാം. അതായത് സെക്ഷുവലായിട്ട് ഇജാക്കുലേഷന് പ്രശ്നം ഉണ്ടാക്കാം, സെക്സ് ഹോർമോണിനെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം, മറ്റ് മരുന്നുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, BP-യുടെ മരുന്നുകളുമായുള്ള ഇൻട്രാക്ഷൻസ് കൊണ്ട് പ്രശ്നങ്ങളുണ്ടാക്കാം. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെയുള്ളവർക്ക് ഒരു നല്ല ശതമാനം രോഗികൾക്ക് ഈ മരുന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാം എന്നുള്ളതാണ്. എന്നാൽ അതേസമയം എനിക്ക് പ്രോസ്റ്റേറ്റിൻ്റെ ഒരു സർജറിക്ക് വയ്യ, അത്രയ്ക്കൊരു ധൈര്യം എനിക്കില്ല. മരുന്ന് കഴിക്കാനും വയ്യ, എന്നാൽ സർജറിക്ക് പോകാനും വയ്യ. ഇങ്ങനെയുള്ളവർക്ക് ഇപ്പം ഒരുപാട് പുതിയ ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഈ ലോകത്തെമ്പാടും ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആൾക്കാർ ആലോചിച്ച് തുടങ്ങിയത്. അതിൽ ഒന്ന് പ്രധാനമായിട്ടുള്ളത് വാട്ടർ വേപ്പർ തെറാപ്പിയാണ്. ഈ വാട്ടർ വേപ്പർ തെറാപ്പിയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങുന്നത് കൊണ്ടാണ് മൂത്ര തടസ്സം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങിയിരിക്കുന്നതിന് നമ്മൾ കുറയ്ക്കണം. ഇതാണ് നമ്മൾ സർജറിയിലൂടെയും ചെയ്യുന്നത്. ഈ വാട്ടർ വേപ്പർ തെറാപ്പിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീങ്ങിയിരിക്കുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പല ഭാഗത്തായിട്ട് നമ്മൾ നീരാവി കുത്തിവെക്കും. അത് സാധാരണ നമ്മളെ നീരാവി അല്ല, അത് പ്രത്യേക ഒരു മെഷീൻ വഴി ഒരു പ്രത്യേക നീഡിലൂടെ ഒരു പ്രത്യേക അളവിൽ നീരാവി പല പോയിന്റിലായിട്ട് കുത്തിവെക്കും. ഈ നീരാവി ചെന്നിട്ട് ഈ ടിഷ്യൂവിനെ, ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആ വീങ്ങിയിരിക്കുന്ന കോശങ്ങളെ ക്രമേണ നശിപ്പിക്കും. അതിൻ്റെ മാക്സിമം എഫക്റ്റ് 3 മാസം എടുക്കുമ്പോഴാണ് വരുന്നത്. അപ്പോൾ ക്രമേണ നശിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ മൂത്രനാളിയിൽ ഉണ്ടാകുന്ന വീക്കം കൊണ്ടുള്ള തടസ്സം അങ്ങ് മാറും. അപ്പോൾ ഈ വാട്ടർ വേപ്പർ തെറാപ്പിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ വന്ന് നമുക്ക് വൈകിട്ട് പോകാം, നമുക്ക് ബ്ലീഡിങ് ഇല്ല, വളരെ കംഫർട്ടബിളായിട്ടൊരു മാർഗ്ഗമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ TURPക്ക് തുല്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, അത് സാധാരണ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സർജറിക്ക് തുല്യമാണോ എന്ന് വെച്ചാൽ അല്ല. കാരണം അതിനകത്ത് നമ്മൾ ഉടനെ തന്നെ കട്ട് ചെയ്ത് മാറ്റുകയാണ്, നമ്മൾ കാണുന്നുണ്ട്, നമുക്കൊരു കൺട്രോളുണ്ട്. ഇതിനകത്താകുന്നുമില്ല, കുറച്ച് കുറയും. പക്ഷേ രോഗിക്ക് മരുന്നിൽ നിന്ന് ചിലപ്പം മാറി നിൽക്കാൻ പറ്റും, വളരെ കാലം മാറി നിൽക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇനി രണ്ടാമത്തെ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ യൂറോ ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറുണ്ട്. ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു വാട്ടർ വേപ്പർ തെറാപ്പിയിൽ നമ്മൾ നീരാവി കുത്തിവെക്കുകയാണ്. ഇതങ്ങനല്ല. പ്രോസ്റ്റേറ്റിൻ്റെ പല ഭാഗത്തായിട്ട് ഒരു 2-3 സ്റ്റിച്ച് പോലെ ഇടും. ഈ സ്റ്റിച്ച് അവിടെ അങ്ങനെ ഇരിക്കും. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, ആ തടസ്സമുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ നമ്മൾ മാറ്റിവെക്കും. നമ്മൾ ഈ തെങ്ങൊക്കെ ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുമ്പോൾ പണ്ട് കമ്പി വെച്ച് കെട്ടുമല്ലോ, അതുപോലെ ആ ബ്ലോക്കിനെ നമ്മൾ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. ഇതും എത്ര കാലം നിൽക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 കൊല്ലം 30 കൊല്ലം നിൽക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അതിന് സാധ്യത കുറവാണ്. പക്ഷേ രോഗിയെ സംബന്ധിച്ചോളം രാവിലെ വന്ന് ചെയ്തിട്ട് വൈകിട്ട് വീട്ടിൽ പോകാം. ഇതിൻ്റെ വാട്ടർ വേപ്പർ തെറാപ്പി എന്നുള്ള കുറേ കൂടുതൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ട്യൂബിൻ്റെ ആവശ്യമേ ഇല്ല. രാവിലെ വരുന്നു, ചെയ്യുന്നു, വൈകിട്ട് വീട്ടിൽ പോകുന്നു, ഒരു ട്യൂബും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഇതെല്ലാം എക്സ്പെൻസീവാണ്. ഈ 2 പ്രൊസീജിയർ പറഞ്ഞതും നല്ല എക്സ്പെൻസീവാണ്. ഒരു 2 ലക്ഷം 3 ലക്ഷത്തിനടുപ്പിച്ച് ചിലവാകും. പക്ഷേ ഇങ്ങനെ ഉള്ള രോഗികൾക്ക് ഈ മരുന്ന് വേണ്ട എന്നാൽ എനിക്ക് വലിയ സർജറിക്ക് വയ്യ, അതല്ലെങ്കിൽ മരുന്ന് പ്രശ്നമാണ്, അല്ലെങ്കിൽ മൂത്ര തടസ്സമുണ്ട്, എന്നാൽ എനിക്കൊരു ഓപ്പറേഷൻ ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതിയില്ല. ഉദാഹരണം പല ഹാർട്ടിൻ്റെ അസുഖം, BP-യുടെ അസുഖം, അല്ലെങ്കിൽ വേറെ ഒരുപാട് കോമോബിഡിറ്റീസ് ഉള്ള ആൾക്കാർക്ക്, എനിക്കിങ്ങനെ വലിയ സർജറി ചെയ്യാൻ പറ്റാത്ത രോഗികൾക്ക് ഇത് നോക്കാവുന്നതാണ്. പിന്നെ മൂന്നാമതൊരു പ്രൊസീജിയറുള്ളതാണ് ഐറ്റിൻറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ. ഇത് മൂത്രസഞ്ചി ഇന്ന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലോട്ട് വരുന്ന ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇതൊരു ബലൂൺ പോലെയാണ്. അതൊന്ന് ഒരു മെറ്റൽ കൊണ്ടുള്ളൊരു ബലൂൺ പോലെയാണ്. അത് വെച്ചിട്ട് ഇത് ഡയലേറ്റ് ചെയ്ത് 2 ദിവസം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ തടസ്സം അങ്ങ് മാറും. അപ്പോൾ ഈ 3 പ്രൊസീജിയറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് 3ഉം വളരെ സൗകര്യമാണ് പേഷ്യൻസിന് ചെയ്യാനായിട്ട്. ഇപ്പോൾ വളരെയധികം ആൾക്കാർ ഇതിന് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു സക്സസ് റേറ്റ് എങ്ങനെയാണ് ഡോക്ടർ കണ്ടിരിക്കുന്നത്? ഇത് സക്സസ് റേറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മൾ ആദ്യമേ നോക്കി രോഗിയുടെ പ്രോസ്റ്റേറ്റിൻ്റെ സൈസ് ഷേപ്പൊക്കെ നോക്കി ഇതിലേത് വേണമെന്നുള്ളത് ചൂസ് ചെയ്യുന്നതിലാണ് ഫസ്റ്റ്. ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും രോഗികൾക്ക് ആശ്വാസം കിട്ടും, പൂർണ്ണമായിട്ടും ആശ്വാസം കിട്ടും. പക്ഷേ ഇത് എത്ര കാലം നിൽക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ചില ആൾക്കാർക്ക് 5 കൊല്ലം, ചില ആൾക്കാർക്ക് 10 കൊല്ലം നിൽക്കുമായിരിക്കും.
അത് കഴിയുമ്പോൾ ചിലപ്പോൾ വീണ്ടും ഇത് ഗ്രോ ചെയ്യും. കാരണം നമ്മളെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നില്ല, ഇതിനെ മിനിമലായിട്ട് നമ്മൾ കുറയ്ക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത് മിനിമലി ഇൻവേസീവാണ്. പക്ഷെ മിനിമലിയെ മാത്രമേ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നുള്ളൂ. ഏറ്റവും നല്ലത് ഇപ്പോഴും ലോകത്തെമ്പാടും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്യുന്ന TURP എന്നുള്ള പറഞ്ഞ പ്രൊസീജിയർ തന്നെയാണ്. സ്റ്റോണിൻ്റെ ചികിത്സയ്ക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ എന്തെങ്കിലും പുതിയ മെത്തേഡ്സ് വന്നിട്ടുണ്ടോ? ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയത്, മുമ്പൊക്കെ തന്നെയും നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോണിൻ്റെ ചികിത്സയ്ക്ക് വളരെ വേദനാരഹിതമായ ശസ്ത്രക്രിയകളാണുള്ളത്. ഉദാഹരണം, ഇപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കിഡ്നിയിൽ നിന്ന് ട്യൂബിലോട്ട് വരുന്ന സ്റ്റോൺ ആണെങ്കിൽ, ട്യൂബിലൂടെയെങ്കിലും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ രോഗിക്ക് മയക്കം കൊടുത്തതിന് ശേഷം മൂത്രനാളിൽ കൂടെ ഒരു ചെറിയ ട്യൂബ് ഇട്ട് ആ യൂറിറ്ററിൻ്റെ ആ ഭാഗത്ത്, സ്റ്റോൺ ഇരിക്കുന്ന ഭാഗത്ത് പോയി അതിനെ പൊട്ടിച്ച് കളയാണ് ചെയ്യുന്നത്. ഇനി കിഡ്നിക്കകത്തൊരു സ്റ്റോൺ ആണെങ്കിൽ കിഡ്നിക്കകത്തൊരു ചെറിയ ഹോളിട്ട് അതിനെ വലുതാക്കി അതിനകത്തൂടെ സ്റ്റോൺ എടുത്ത് കളയാണ് ചെയ്യുന്നത്. ഇതെല്ലാം വളരെ ചെറിയ പ്രൊസീജിയേഴ്സാണ്. എങ്കിൽ പോലും ഇപ്പോൾ കിഡ്നിക്കകത്തൊരു ഹോൾ ഇടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ബ്ലീഡിങ് വരുമോ, ആ ഹോൾ അടയുമോ, അല്ലെങ്കിൽ അതിനുള്ള പെയിൻ ഇല്ലേ, അതിനകത്ത് ബ്ലീഡിങ്ങിൻ്റെ റിസ്ക് ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ അതും ഇപ്പോൾ ഒഴിവാക്കാനൊരു മാർഗ്ഗമുണ്ട്. അതിനാണ് RIRS എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗിക്ക് മയക്കം കൊടുത്തതിന് ശേഷം ഒരു നേരിയ ചെറിയൊരു ട്യൂബ്, അതായത് നമ്മുടെ കിഡ്നിയിൽ നിന്ന് വരുന്ന ട്യൂബിനേക്കാൾ നേർത്തൊരു ട്യൂബ് മൂത്രനാളിയിൽ കൂടെ ഇട്ട് കിഡ്നിക്കകത്ത് പോയി ആ സ്റ്റോണിനെ കണ്ട് അതിനെ ലേസർ വെച്ചിട്ട് പൗഡർ പോലെ ആക്കി വിടുക. അപ്പോൾ രോഗിക്ക് കിഡ്നിക്കകത്ത് ഹോളില്ല, ഓപ്പറേഷനൊന്നുമില്ല, മുറിവൊന്നുമില്ല, രാവിലെ വരാം, ചെയ്തിട്ട് വൈകിട്ടോ ഒരു ദിവസം കിടന്നിട്ട് പിറ്റേന്നും ഒക്കെ പോവാം. ഇത്രയും ലളിതമായി മാറിയിട്ടുണ്ട് ആ പ്രൊസീജിയർ. അതിൻ്റെ പേരാണ് RIRS എന്ന് പറയുന്നത്. അതുപോലെ ഡോക്ടർ, നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ തുടർച്ചയായി ചോദിക്കട്ടെ, ഇൻഫെർട്ടിലിറ്റിക്ക് ഇപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ചികിത്സാ മാർഗ്ഗങ്ങൾ അവൈലബിൾ ആണോ? ഇപ്പോൾ പുതുതായിട്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്കിപ്പം റീപ്രൊഡക്റ്റീവ് ഒരു മെഡിസിനിലെ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ പുരുഷനെ പരിശോധിക്കുന്നു. അപ്പോൾ സെമൻ നോക്കുമ്പോൾ അതിനകത്ത് ഒരു സ്പേമും ഇല്ലെങ്കിൽ മൈക്രോ TC എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അപ്പോൾ പുരുഷൻ്റെ ആ ടെസ്റ്റിസിനകത്ത് എവിടെയെങ്കിലും ഒരു സ്പേം ഉണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കാൻ, മൈക്രോസ്കോപ്പിൽ കൂടെ കണ്ടുപിടിക്കാനൊരു സംവിധാനമുണ്ട്. ഇതാണിപ്പോൾ പുതുതായിട്ട് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത്. ഇനി അല്ലാതെ നമുക്ക് ഒരു ചികിത്സാ ഇതുള്ളത്, ചില രോഗികൾക്ക് ഈ സെമൻ്റെ അളവ് കുറയുന്നത്, സെമൻ്റെ അകത്തുള്ള അണുക്കളുടെ കൗണ്ട് കുറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മോട്ടിലിറ്റി കുറയുന്നത്, അതിൻ്റെ ചലനശേഷി കുറയുന്നത് ഒരു പ്രധാന കാരണം വെരിക്കോസീലാണ്. ഇപ്പോൾ വെരിക്കോസീൽ എന്ന് പറഞ്ഞാൽ ഞരമ്പുകൾ വിങ്ങിക്കിടക്കുന്നതാണ്. അത് ടെസ്റ്റിസിൻ്റെ പ്രശ്നങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ ഞരമ്പുകൾ വിങ്ങിക്കിടക്കുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കൂടും. ഈ സ്പേംസിൻ്റെ പ്രൊഡക്ഷൻ, ബീജാണുക്കളുടെ ഉൽപ്പാദനവും അതിൻ്റെ ചലനശേഷിയും അതിൻ്റെ പ്രവർത്തനശേഷിയൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ വിങ്ങിക്കിടക്കുന്ന ഞരമ്പുകളെ, നമ്മൾ കാലിലൊക്കെ വെരിക്കോസ് വെയിൻ കാണുമല്ലോ, വെരിക്കോസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇതും കാണുന്നത്. അപ്പോൾ അതിനെ ആ ഞരമ്പുകളെ ഓരോന്നിനെ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കി ചെറിയ ഞരമ്പുകളെല്ലാം കെട്ടി അത് ക്ലീൻ ആക്കുമ്പോൾ ഒരു നല്ല പങ്ക് വരെയും രോഗികൾക്ക് അവരുടെ ബീജാണുക്കൾ നോർമലായി വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ രോഗിക്ക് സാധാരണ രീതിയിൽ തന്നെ പ്രഗ്നൻസിക്കുള്ള സാധ്യത വളരെ കൂടും. ഡോക്ടർ, നമ്മൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് സംസാരിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് തോന്നുന്നു വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഡോക്ടറുടെ ഒരു ചോദിക്കാനുള്ള കാര്യം, ഇപ്പോൾ പനിയാണെങ്കിൽ, തലവേദനയാണെങ്കിലൊക്കെ മറ്റ് മനുഷ്യരൊക്കെ അറിയുന്നു, ഹോസ്പിറ്റലിൽ പോകാൻ നമ്മളെ നിർബന്ധിക്കുന്നു, നമ്മൾ പോകുന്നു, അതൊക്കെ സ്വാഭാവികം. വളരെ സ്വകാര്യമായ ഇടങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളായിരിക്കും പലപ്പോഴും ഡോക്ടറെ അടുത്തേക്ക് വരുന്നത്. അത് പല മനുഷ്യർക്കും ഇപ്പോഴും സ്വയം ചികിത്സിക്കാനും അല്ലെങ്കിൽ അത് സഹിച്ചു കൊണ്ട് നടക്കാനും പറയാനുള്ള ജാള്യതയൊക്കെ ഇപ്പോഴും ഉണ്ടാവും. അവരോട് ഡോക്ടർക്കൊരു അവയർനെസ് എന്ന രീതിക്ക് തന്നെ എന്താ പറയാനുള്ളത്? പ്രധാനമായിട്ടും ഉള്ളത്, എന്ത് പ്രശ്നം ആയിക്കോട്ടെ, അത് സ്വകാര്യ ഭാഗത്തുള്ളതാണെങ്കിലും അല്ലാതെ നമുക്കുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സാധാരണ ഇമ്പൾസ് പോലെ, അതായത് ഉടനെ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുക, നോക്കുക, എന്നിട്ട് നമ്മൾ സ്വയം ഒരു കാര്യം തീരുമാനിക്കുക, എന്നിട്ട് അങ്ങനൊരു സിറ്റുവേഷൻ നല്ലതല്ല. നമ്മൾ ഏറ്റവും നല്ലത് ഒരു ഡോക്ടറെ കണ്ട് അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത് അതിനെപ്പറ്റി മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അവയർനെസ് ഒരിക്കലും ദോഷമല്ല.
നമ്മളുടെ അസുഖത്തെ പറ്റിയോ നമ്മളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. ആ അവയർനെസ് നല്ലതാണ്. പക്ഷേ അസംഷൻസ്, അതായത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്, അത് വച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഉദാഹരണം, എനിക്കിപ്പോൾ എൻ്റെ പ്രശ്നങ്ങളിൽ ഒരു ചെറിയ വേദനയുണ്ട്. നമ്മൾ അതിനെപ്പറ്റി വായിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് എനിക്കുള്ള വേദന ഇതാണ് എന്ന് തീരുമാനിക്കുമ്പോഴാണ് തെറ്റാവുന്നത്. അപ്പം അവയർനെസ് ഈസ് ഓൾവേസ് ഗുഡ്, ബട്ട് അസംഷൻസ് ഷുഡ് നോട്ട് ബി ഡൺ ഇൻ മെഡിസിൻ. ഓക്കെ, ഒരുപാട് സന്തോഷം ഡോക്ടർ. എനിക്കറിയാം ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാണ്. വളരെ സന്തോഷം. താങ്ക് യു.